വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്നറിയോ? മത്തിയുടെ മുട്ട അല്ലെങ്കിൽ പല്ലിയൻ എന്നൊക്കെ പറയും. ഇപ്പൊ മത്സ്യ ഫിഷറീസിൽ നിന്ന് ഇങ്ങനെ ചാള വന്നപ്പോ ഈ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല നെയ്യും പല്ലിയനൊക്കെ ഉണ്ടാവും. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ചാള കറി വെച്ചു എന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചേ, അപ്പൊ അതില് പല്ലിയൻ ഉണ്ടല്ലോ, ഇപ്പൊ കുറെ പല്ലിയൻ വരുന്നുണ്ടല്ലോ, അപ്പൊ അതെന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അയ്യോ അതൊന്നും ചെയ്തില്ല, അതെടുത്ത് കളഞ്ഞു, എന്നിട്ട് കറി വെച്ചു. അങ്ങനെ കളയല്ല, ചതി ചെയ്യില്ല കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ഫ്രൈ ചെയ്താൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഈ സംഭവം ഞാൻ കഴുകി വൃത്തിയാക്കി, അതിന് പല്ലിയനൊക്കെ ഇങ്ങനെ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി ഇത് വീണ്ടും കഴുകായിരിക്കോ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ഉണ്ടാവും. അപ്പൊ ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. ഈ ഉപ്പൊക്കെ ഇട്ട് വെച്ചപ്പോ ഇനിയും വെള്ളം വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ബാക്കിയുള്ള പൊടികൾ നമുക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. പിന്നെ ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ omega-3 ഫാറ്റി ആസിഡ്സ് കണ്ടമാനം ഉണ്ട് ഈ പല്ലിയൻ, ഈ പ്രത്യേകിച്ച് ചാളയുടെ മുട്ടയില്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് ഫ്രൈ ചെയ്യാൻ നോക്കാം. അപ്പൊ ഇത്ര പല്ലിയനുള്ള കേട്ടോ, കുറച്ച് പല്ലിയ, 1 കിലോ ചാളയെന്നുള്ള പല്ലിയനാണ്. അപ്പൊ ഞാൻ ഇതിൽ വെള്ളം ഉണ്ടോ നോക്കാണ്. വെള്ളം നന്നായി കളഞ്ഞിട്ടാണ് ഞാൻ ഉപ്പും മഞ്ഞളൊക്കെ തിരുമ്പി വെച്ചത് കേട്ടാ. ഇനി ഇതിലേക്ക് ആകെ കുറച്ച് മുളക് പൊടി ഇടേണ്ട ആവശ്യമുള്ളൂ കേട്ടാ. വേറെ കണ്ണി കണ്ട ഒരു മസാല ആഡ് ചെയ്യണ്ട. ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ വേറെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തിരുമ്പി മാരിനേറ്റ് ചെയ്ത് കുറെ നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് തിരുമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാനൊരു തവയാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിരിക്കണേ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പൊ എണ്ണ ചൂടായിട്ട് ഇത് നമുക്കൊന്ന് ഇങ്ങനെ വിടർത്തിട്ട് കൊടുക്കാം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ഇങ്ങനെ പൊട്ടും. അതിന്റെ പൊന്നെ ചാടി കഴിക്കോ. പൊട്ടൽ കണ്ടപ്പോ ഞാൻ വേഗം എല്ലാം കൂടി ഇട്ടു വന്നത് പരത്തിയിട്ടു കേട്ടോ. അപ്പൊ ചെറിയ വെള്ളത്തിന്റെ അംശമൊക്കെ ഉണ്ടാവണം. ഈ പൊട്ടണത് നമുക്ക് പാത്രം കൊണ്ട് മൂടി വെക്കാം. അപ്പൊ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഒരു പൊട്ടലും ചീറ്റലൊക്കെ കുറച്ച് ഒന്ന് നിന്നുണ്ടാവും കേട്ടോ. മൂടി ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഒന്ന് മറിച്ചിടാം. ഒന്ന് നീങ്ങി നിന്നോ, നമുക്കൊന്ന് മറിച്ചിടാം കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 4 മിനിറ്റ് ഒക്കെ, 2 വശവും ആകെ 4 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. അതേ പൊട്ടലും ചീറ്റലൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ മൂടി വെച്ച കാരണം വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പൊ ആകെ കൂടി ഒരു 4 മിനിറ്റ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തു നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. അപ്പൊ ഈ സൈഡ് ഡിഷായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഫിഷ് റോ എന്ന് പറയുന്ന നമ്മുടെ പല്ലിയൻ. ഇനി പ്രത്യേകമായിട്ടൊരു കാര്യം എല്ലാവരോടും പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചാള കിട്ടുമ്പോഴേ നിങ്ങൾക്ക് ആ മീനിന്റെ മുട്ട വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റി വെച്ചിട്ട് എനിക്ക് കൊണ്ടുവന്ന് വെച്ചാൽ ഞാൻ വറുത്ത് തിന്നോളാട്ടാ. മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. അപ്പൊ ഓക്കെ, ബൈ.